എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് സാസുക അവനിപ്പോ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു ചെറിയ ഹോട്ടല്, അവിടെ നിന്ന് ഹിറ്റാച്ചിയും കിസാമിയും അവർ രണ്ടുപേരും ഇപ്പൊ സാസുകയെ നോക്കി നിൽക്കുകയാണ്. ഹിറ്റാച്ചിക്കാണെങ്കിൽ സാസുകയെ കണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ഇത്രയും വളർന്നോ? ശരിക്കും ഇവനെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. ഇവിടെ സാസുകയ്ക്കാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നി അവൻ ആ ഹോട്ടലിലേക്ക് നോക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ ആരെയും കാണാൻ ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുക അറിയും ഹിറ്റാച്ചി അവൻ നറൂട്ടോയെ കൊണ്ടുപോവാൻ ലീഫ് വില്ലേജിൽ എത്തിക്കഴിഞ്ഞുവെന്ന്. ഫുൾ കലിപ്പിൽ സാസുക അവൻ ഹിറ്റാച്ചിയുടെ മുൻപിലേക്ക് എത്തും. കിസാമി ആണെങ്കിൽ സാസുകയെ കണ്ട് ഷോക്കാവും. ഹിറ്റാച്ചി, ഇവനെ കാണാൻ നിന്നെപ്പോലെ തന്നെയുണ്ട്. നിന്റെ അതേ ശരീരം, കണ്ണ്, മുഖം, അങ്ങനെയെല്ലാം നിന്നെപ്പോലെ തന്നെയുണ്ട്. അതിന് ഹിറ്റാച്ചി പറയും ഇവനാണ് എൻ്റെ ലിറ്റിൽ ബ്രദർ. സാസുക പറയും ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത്. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ചിത്തോരി എടുത്ത് സാസുക ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യും. പക്ഷെ ഹിറ്റാച്ചി അവൻ സിമ്പിളായിട്ട് സാസുകയുടെ അറ്റാക്ക് തടയും. എന്നിട്ട് അവന്റെ കൈ അത് ഒട്ടിച്ചു കളയും. കുട്ടപ്പനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ റസൻ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ഓടി വരും. അതിന് കിസാമി അവനവന്റെ സ്ക്വാഡ് എടുത്ത് വെട്ടാനായിട്ട് അങ്ങനെ ചാടി വരുമ്പോഴായിരിക്കും സാക്ഷാൽ ജിറയ മാമൻ ആളിപ്പോ അവിടേക്ക് വന്ന് കിസാമിയെ തടയുക. ജിറയ മാമൻ ഇപ്പൊ ഹിറ്റാച്ചിയോട് ചോദിക്കും നിങ്ങൾക്ക് ആവശ്യം നറൂട്ടോയെ അല്ലേ? അതിന് ഹിറ്റാച്ചി പറയും അതെ, അക്കാസ്കി ടീമിന് ഇപ്പൊ നറൂട്ടോയെ ആവശ്യമുണ്ട്. സോ ഉറപ്പായിട്ടും ഞങ്ങൾ നറൂട്ടോയെ കൊണ്ടുപോകും. അതിന് മാമൻ പറയും ഒരു കാരണവശാലും ഇവന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ വെച്ച് ഞാൻ തല്ലിക്കൊല്ലും. ഉടനെ സാസുക അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ നിലവിളിച്ചു പറയും നോ, ഒരിക്കലുമില്ല. ഇവനെ കൊല്ലേണ്ടത് അത് ഞാനാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ ജീവിച്ചിരുന്നത്. അത് കേട്ട് ഹിറ്റാച്ചി അവനവന്റെ കാല് മടക്കി സാസുകയുടെ നെഞ്ചില് ആഞ്ഞു ചവിട്ടും. സാസുക തെറിച്ചുപോയി അടിച്ചു താഴെ വീഴും. ഹിറ്റാച്ചി മനസ്സില് 1000 വട്ടം സാസുകയോട് മാപ്പ് പറയും. അതിനുശേഷം വീണ്ടും സാസുകയെ ചുമരിനോട് ചേർത്ത് അങ്ങനെ കഴുത്തിൽ തൂക്കിയെടുക്കും. എന്നിട്ട് വീണ്ടും ആറഞ്ചം പൊറഞ്ചം അവനെ ആഞ്ഞിടിക്കും. കിസാമി വണ്ടറടിച്ച് ഇപ്പൊ ഹിറ്റാച്ചിയോട് ചോദിക്കും ഹിറ്റാച്ചി, ഇവൻ നിന്റെ ബ്രദറല്ലേ? സ്വന്തം ബ്രദറിനെ തന്നെയാണോ നീ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ സാസുകയെ ഗെഞ്ചിപ്സുവിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വീണ്ടും വീണ്ടും സാസുകയ്ക്ക് ഹിറ്റാച്ചിയോടുള്ള വെറുപ്പ് അതങ്ങനെ കൂട്ടി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നറൂട്ടോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കാൻ കഴിയില്ല. നറൂട്ടോ അവൻ ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യാൻ ഹിറ്റാച്ചിയുടെ നേർക്ക് ഓടി അടുക്കും. ഉടനെ കിസാമി അവ വീണ്ടും ഇപ്പൊ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യും. ജിറയ മാമനാണെങ്കിൽ ആളുടെ സമരം ജിപ്സ് ഉപയോഗിച്ച് ആ വലിയ തവളയെ അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എന്താ, കിസാമിയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും. കിസാമി കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ ഹിറ്റാച്ചിയോട് ചോദിക്കും നീ എന്തൊക്കെ ചെയ്യണേ? നമുക്ക് ഈസി ആയിട്ട് അവരെ തോൽപ്പിച്ച് നറൂട്ടോയെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ നീ അതൊന്നും ചെയ്തില്ല. അപ്പൊ അതേസമയം ഹിറ്റാച്ചി അവനിപ്പോ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കും. സാസുകയെ പ്രൊട്ടക്ട് ചെയ്യാൻ ലീഫ് വില്ലേജില് ഒരുപാട് ആൾക്കാരുണ്ട്. സോ എന്റെ അനുജൻ അവൻ എപ്പോഴും സേഫ് ആയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിറ്റാച്ചി അവൻ നറൂട്ടോയെ കണ്ടുമുട്ടും. ഹിറ്റാച്ചി ചോദിക്കും എന്തുകൊണ്ടാണ് നീ സാസുകയെ അവനെ ഇത്രയും സ്നേഹിക്കുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും? അതിന് നറൂട്ടോ പറയും ഒരു പക്ഷേ ഞങ്ങൾ ബ്ലഡ് റിലേഷൻ ആയിരിക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു വലിയ ബോണ്ടുണ്ട്. അത് തകർക്കാൻ ആർക്കും കഴിയില്ല. ഹിറ്റാച്ചിക്കാണെങ്കിൽ അത് കേട്ട് വീണ്ടും ഒത്തിരി സന്തോഷാവും. കട്ട് ചെയ്ത സാസുക അവനിപ്പോ ഹിറ്റാച്ചിയെ കൊല്ലാനായി ഹിറ്റാച്ചിയുടെ നേർക്ക് നേരെ എത്തിയിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും ഒരിഞ്ഞ അട്ടികിട്ടി ബഹളം. ഫൈറ്റിന്റെ ഒടുവില് സാസുക തോറ്റ് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അങ്ങനെ വീണ് കിടക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ഇപ്പൊ ഹിറ്റാച്ചി നടന്നു വരും. ഹിറ്റാച്ചി അവന്റെ തലയിൽ തട്ടി ഐ എം സോറി സാസുക എന്ന് പറഞ്ഞ് അവൻ സ്വയം നശിച്ച് ഇല്ലാതാവുകയാണ്. അത് കണ്ട് സാസുക ഷോക്കാവും. കട്ട് ചെയ്ത വീണ്ടും റിയാനിമേഷനിലൂടെ തിരികെ വരുമ്പോഴാണ് എല്ലാ സത്യങ്ങളും ഹിറ്റാച്ചി സാസുകയോട് തുറന്നു പറയാ. അവർ രണ്ടുപേരും അവരുടെ അങ്ങനെ ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഇത്രയും കാലവും കിട്ടാത്ത സ്നേഹവും കരുതലും അതൊക്കെ തന്നെ അവിടെ വെച്ച് പരസ്പരം പങ്കുവെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. മാധുര ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. സാസുകയാണെങ്കിൽ അവന്റെ സുസാനയെ ഇപ്പൊ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം അവർ 4 പേരും അങ്ങനെ ഹായായിട്ട് നിൽക്കും. നാറൂട്ടോ ചുറ്റും നോക്കും. എല്ലാവരും ഇൻഫിനിറ്റി സുക്കനോമിയിൽ വീണ് കിടക്കുകയാണ്.
സാസുക, നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ ഇൻഫിനിറ്റി സുക്കുനോമി അത് നമുക്ക് ബ്രേക്ക് ചെയ്തേ പറ്റൂ. ഉടനെ സാസുക അവൻ ചുറ്റും നോക്കും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മാധുരയുടെ ഷാഡോ അത് 4 ഭാഗത്തും നമ്മളെ ലക്ഷ്യമാക്കി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാം. അടുത്ത സെക്കൻഡ് മാധുര അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. മാധുര പറയും, നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും ഇൻഫിനിറ്റി സുക്കുനോമിയിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഫസ്റ്റ് ഹോക്കാകെ ചെയ്ത ആ വലിയ തെറ്റ് അത് ഇൻഫിനിറ്റി സുക്കുനോമി ഉപയോഗിച്ച് ഞാൻ മുഴുവനായിട്ടും തിരുത്തി. അത് കേട്ട് സാക്കുറ അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, ഫസ്റ്റ് ഹോക്കാക അങ്ങനെ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത്? അപ്പോഴായിരിക്കും മാധുര പറയാ, ഹാസറാമയ്ക്കും എനിക്കും ഒരേ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സമാധാനം മാത്രം നിലനിൽക്കുന്ന പുതിയൊരു വില്ലേജ് അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പുതിയൊരു വില്ലേജ് തന്നെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾ അത് മുഴുവൻ തെറ്റി. ജനങ്ങൾ ആരും അവരുടെ റിയൽ ഫീലിങ്സ് പുറത്ത് കാണിച്ചില്ല. എൻ്റെ അഭിപ്രായം അതാരും കേൾക്കാൻ തയ്യാറായില്ല. ഹാസ്രാമ അവൻ പറഞ്ഞത് മാത്രമാണ് എല്ലാവരും അനുസരിച്ചത്. അതിനുശേഷമാണ് ഷിനോബികളും ക്ലാനുകളൊക്കെ തമ്മിൽ പരസ്പര യുദ്ധം ആരംഭിച്ചത് പോലും. ആദ്യം ക്ലാനുകൾ തമ്മിൽ പരസ്പര യുദ്ധം ഉണ്ടായി. അതിനുശേഷം വില്ലേജുകൾ തമ്മിൽ യുദ്ധത്തില് ഒരുപാട് ജനങ്ങള് ഷിനോബികള് ഒക്കെ നശിച്ചു, മരണപ്പെട്ടു, ഇല്ലാതായി. അതിനുശേഷം ഫസ്റ്റ് നിഞ്ച വാർ, സെക്കൻഡ് നിഞ്ച വാർ, തേർഡ് നിഞ്ച വാർ എന്നിങ്ങനെ വലിയ വലിയ നിഞ്ച വാറുകളുണ്ടായി. ഹാസറാമ അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. ആ ഒരു യുദ്ധത്തില് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. പരസ്പരമുള്ള വിരോധവും ദേഷ്യവും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ കൂടാൻ തുടങ്ങി. ഞാൻ സമ്മതിക്കുന്നു, ഈ ഫോർത്ത് നിഞ്ച വാറ് അത് തുടക്കം കുറിച്ചത് ഞാൻ തന്നെയാണ്. അതിന് സാക്കുറ അവൾ ഫുൾ കലിപ്പിൽ ചോദിക്കും, നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. എന്നിട്ട് വീണ്ടും നീ മറ്റുള്ളവരുടെ മുകളിൽ പഴി ചുമത്താണോ? അതിന് ഒറോച്ചിമാർ പറയും, നിങ്ങളെല്ലാവരും ആ ബീസ്റ്റുകളെ സമാധാനപൂർവ്വം എന്നെ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളാണ് ഈ യുദ്ധം എന്നെ കൊണ്ട് തുടക്കം കുറിപ്പിച്ചത്. മാത്രമല്ല, നിങ്ങളിപ്പോ കാണുന്നില്ലേ, ജനങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ആ ഡയമണ്ട് ട്രീയില് വളരെ സ്നേഹത്തോടും സഹകരണത്തോടും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണിപ്പോ. ഇനി ആർക്കും മരണം എന്നൊന്നും ഉണ്ടാവില്ല. അത് കേട്ട് സാസുകി ചോദിക്കും, ഇതാണോ നീ പറയുന്ന പെർഫെക്റ്റ് ലോകം? അതിന് മാധുര പറയും, അതെ അതെ, ഇതാണ് യഥാർത്ഥ സമാധാനമുള്ള ലോകം. അവനങ്ങനെ പറയുന്ന അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ബ്ലാക്ക് സെഡ്സു അവനൊരു വലിയ കത്തിയെടുത്ത് മാധുരയുടെ പുറകില് ആഞ്ഞു കുത്തി. അപ്പോഴായിരിക്കും ആ ബ്ലാക്ക് സെഡ്സു പറയാ, ഇതൊന്നും നീ ആഗ്രഹിച്ചതല്ല. ഇത്രയും കാലവും നീ കരുതിയത് ഒബീട്ടോയെ കൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി എന്നല്ലേ? ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ഇതൊന്നും നിന്റെ ആഗ്രഹമല്ല, മറിച്ച് എന്റേതാണ്. ഞാനാണ് ഇത് മുഴുവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് കേട്ട് അവരൊരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി നിൽക്കും. മാധുര ചോദിക്കും, നീ എന്തായി പറയണേ? നിന്നെ ക്രിയേറ്റ് ചെയ്തത് പോലും ഞാനല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ നീ ഇതെല്ലാം ചെയ്തത്? അതിന് ബ്ലാക്ക് സെഡ്സു പറയും, ഒരിക്കലുമല്ല എന്റെ ലോഡ്, അത് കാഗുവയാണ്. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കാക്കാഷി സാസുകയോട് പറയും, ബ്ലാക്ക് സെഡ്സു അവൻ പറയുന്നത് ആ കാഗുവയെ കുറിച്ചാണ്. അപ്പോഴായിരിക്കും നറൂട്ടോ അവൻ സേജ് ഓഫ് സിക്സ് പാത്ത് പറഞ്ഞ കാര്യം ആലോചിക്കുക. എൻ്റെ അമ്മയാണ് കാഗുയ. സേജ് ഓഫ് സിക്സ് പാത്തിന് കഴിഞ്ഞും കൂടുതൽ പവറുള്ള ആളാണ് എൻ്റെ അമ്മ. കട്ട് ചെയ്ത ബ്ലാക്ക് സെഡ്സു അവനിപ്പോൾ മാധുരയുടെ ബോഡിയിലുള്ള ചക്ര പവർ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യും. ആ മരമാണെങ്കിൽ സ്ക്രോളിൽ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും ചക്ര പവർ അബ്സോർബ് ചെയ്യും. അടുത്ത നിമിഷം ആ ഒരു മരം അത് അബ്സോർബ് ചെയ്തെടുത്ത ചക്ര പവർ അതിപ്പോ അൺലിമിറ്റഡ് ആയി മാധുരയുടെ ബോഡിയിലേക്ക് വന്ന് മാധുര അവനങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ഉടനെ സാസുക അവൻ കുട്ടപ്പനോട് പറയും, നറൂട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് തടയണം. ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിന്റെ അടുത്തേക്ക് ഓടി അടുക്കും. പക്ഷെ അപ്പോഴേക്കും അതിന്റെ 2 ടെന്റിക്കിൾസ് ഉപയോഗിച്ച് നറൂട്ടോയെയും സാസുകയെയും അതങ്ങനെ ചുരുട്ടി പിടിക്കും. ബ്ലാക്ക് സെഡ്സു ആണെങ്കിൽ ഇപ്പൊ ഡബിൾ ഹാപ്പി ആവും. അവനുടനെ സാസുകയുടെയും നറൂട്ടോയുടെയും അവരുടെയും ചക്ര പവർ വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് സാക്കുറ അവരെ രക്ഷിക്കാൻ അവരുടെ അടുത്തേക്ക് ഓടും. ഉടനെ കാക്കാഷി മാസ്റ്റർ അവളെ പിടിച്ചു നിർത്തി അവളോട് പറയും, നിനക്ക് അവിടേക്ക് പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാൻ വേണം. ഇവിടെ നറൂട്ടോയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. നറൂട്ടോ സാസുകയോട് പറയും, അവൻ നമ്മുടെ ചക്ര പവർ കൂടെ അബ്സോർബ് ചെയ്തെടുത്താ പിന്നെ ഒരിക്കലും നമുക്ക് ലോകത്തെ രക്ഷപ്പെടുത്താനാവില്ല. ബ്ലാക്ക് സെഡ്സു ആണെങ്കിൽ ഇപ്പൊ ഒരു വെള്ളം പോലായി മാറാൻ തുടങ്ങും. ബ്ലാക്ക് സെഡ്സു പറയും, ഇൻഫിനിറ്റി സുക്കുനോമിയിൽ ഇപ്പൊ പെട്ടുകിടക്കുന്നവരെല്ലാവരും വൈറ്റ് സെഡ്സു സോൾജിയേഴ്സായി മാറാൻ പോവാണ്. മാധുരയ്ക്ക് ഇപ്പോഴും
ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ സ്റ്റോണിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്തത്. പിന്നീട് എങ്ങനെ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞു. അതിന് ബ്ലാക്ക് സെഡ്സ് പറയും, നീ ആ സ്റ്റോണ് അത് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ആ സ്റ്റോൺ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ള അനുസരിച്ച് കുറച്ച് ഓൾട്ടറേഷൻസും ഞാനതിൽ വരുത്തി. നീ കരുതും പോലെ ഇൻഫിനിറ്റി സുക്കുനോമി അതങ്ങനെ വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരുപാട് ചക്ര പവർ ആവശ്യമാണ്. ഞാനിതെല്ലാം ചെയ്തത് കാഗുയെ തിരികെ കൊണ്ടുവരാൻ മാത്രമാണ്. അവനത് പറയുമ്പോഴേക്കും ആ വലിയ ഗോളം അതങ്ങനെ ചുരുങ്ങി വളരെ ചെറുതാവും. അടുത്ത നിമിഷം കാഗിയ ഉത്സുകി അവൾ കണ്ണു തുറന്ന് അങ്ങനെ പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.